ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു 4 മണി പലഹാരം ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഒരു 3 നേന്ത്രപ്പഴം ചെറിയ സൈസ് തന്നെ അത് രണ്ടായിട്ട് മുറിച്ച് ഇതുപോലെ ഒന്ന് ആവി കയറ്റി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. വെന്ത് വന്നതിന് ശേഷം അതിൻ്റെ തോലൊക്കെ മാറ്റി നമുക്കൊരു പാത്രത്തിലാക്കിയതിന് ശേഷം 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് അതിലേക്ക് പൊടിച്ച ശർക്കര ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ട് ഉടച്ചെടുക്കുക. ആ പഴമെല്ലാം ഉടഞ്ഞ് കിട്ടണം. അതുപോലെ തേങ്ങയും ശർക്കരയെല്ലാം നല്ലപോലെ ഒന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് ആ മധുരം എല്ലാ സ്ഥലത്തും കിട്ടത്തക്ക രീതിയിലൊന്ന് കുഴച്ച് എടുക്കണം. പഴം നല്ലപോലെ ഉടഞ്ഞ് കിട്ടണം. പഴം കഷ്ണങ്ങളായിട്ട് കിടക്കരുത്. അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ അത് നമുക്കൊന്ന് ആദ്യം കുഴച്ച് മാറ്റി കുഴയ്ക്കാം. അതിനുശേഷം ബാക്കി ചേരുവകൾ പറയും ഞാൻ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പഴം നല്ലപോലെ ആ പഴമെല്ലാം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ കണ്ടോ, കട്ടയില്ലാതെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് നിറച്ച് ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 4 ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഏലക്ക മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി പഞ്ചസാരയും കൂടെ അതിൽ ചേർത്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ സ്പൂണിന് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, ഒരു നുള്ള് ഉപ്പ്, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് നല്ലപോലെ കുഴച്ചൊന്നെടുക്കുന്നുണ്ട്. ഒത്തിരി വെള്ളം കൂടി പോകണ്ട. വെള്ളം കൂടി പോയാൽ ഒരുപാട് എണ്ണ വലിച്ച് കുടിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത് കയ്യിലെടുത്ത് വെച്ച് കൈയുടെ ഇച്ചിരി വെള്ളം തൂത്തതിന് ശേഷം നമുക്കതൊന്ന് ഒരു ബോളായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മുടെ ഉഴുന്നോടെ ഉണ്ടാക്കുന്നില്ല ആ ഷേപ്പിലോ എങ്ങനെയാണോ ഇടാൻ ഇഷ്ടം അതനുസരിച്ച് ഉരുട്ടിയിട്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. മധുരം കഴിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകിട്ട് അവർ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇച്ചിരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കണ്ടോ, ഇതുപോലെ ഒന്ന് നമ്മൾ ചെയ്തതിന് ശേഷം നമ്മുടെ കൈ കൊണ്ട് 4 സൈഡും ഒന്ന് നല്ലപോലെ ഷേപ്പാക്കി എടുക്കുക. ഇനി ഇത് നമ്മൾ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനിത് അവിടെ വറുത്ത് കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇതുപോലെ നമുക്ക് എടുത്ത് ഷേപ്പാക്കി ഏത് ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് എണ്ണയിലിട്ട് നമുക്ക് നല്ല ചൂടായി കിടക്കണം. അതിലേക്കിട്ട് നമുക്കിതുപോലെ വറുത്ത് കോരി എടുക്കണം. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഓരോന്നായിട്ടെന്ന് പറഞ്ഞാൽ ഓരോ സെക്ഷനായിട്ട് ഇട്ടാണ് എടുത്തത്. അപ്പോൾ എല്ലാം നമ്മൾ വീഡിയോയിൽ എടുക്കത്തില്ലല്ലോ. ഇച്ചിരി എങ്ങാണ്ടൊക്കെ എല്ലാം എടുക്കത്തുള്ളൂ. നമ്മുടെ വീഡിയോയ്ക്ക് അപ്പോൾ ഒത്തിരി എടുത്താൽ അതെല്ലാം നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഇടുന്നത്. എല്ലാം അങ്ങനെ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഇപ്പോൾ എല്ലാം നല്ല പരുവത്തിന് ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചുമന്നിരിക്കുന്ന കരിഞ്ഞാന്ന് വിചാരിക്കേണ്ട, നല്ലപോലെ മൊരിഞ്ഞ് കിട്ടിയതിൻ്റെതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ അതുപോലെ ഞാനെല്ലാം ഇവിടെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അവിടെ പലഹാരം 4 മണി പലഹാരം ഒരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മധുരവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മധുരം ഉള്ളവർക്കെല്ലാം ഇത് ഇഷ്ടം. അതുപോലെ നമ്മുടെ മക്കൾക്ക് ഇഷ്ടമാകും. സ്കൂൾ വിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്ന അതുപോലെ ഏത്തപ്പഴവും ഗോതമ്പ് പൊടിയൊക്കെ ചേരുന്നതുകൊണ്ട് അവരുടെ ശരീരത്തിന് ഇത് ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് വീഡിയോ കണ്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. ലൈക്കൊന്നും ആരും ചെയ്യുന്നില്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കാനൊന്നും മറന്നു പോകല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.